നമസ്കാരം എല്ലാവർക്കും സത്വൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്വൻ മനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള സോയ കബാബാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു ഹെൽത്തി വേർഷനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു പലഹാരം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് വീണ്ടും സോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യം ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത് ചൂടുവെള്ളത്തിലാണ്. അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതിയാവും. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വെച്ചാൽ നന്നായിട്ട് വീർത്ത് വരും. എന്നിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സാണിത്. പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറച്ചിയൊക്കെ മിൻസ് ചെയ്യില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് മിൻസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് മിക്സർ ഗ്രൈൻഡറിലേക്ക് എടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. നിർത്തിയിട്ട് വേണം നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം അരഞ്ഞു പോവും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ പൊടിയായിട്ട് കിട്ടണം. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കാൻ പാടില്ല. ഇതുപോലെ ചെറുതായിട്ട് പൊടിഞ്ഞൊരു പരുവത്തിൽ വേണം നമ്മൾ സോയ ചങ്ക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയുള്ള സോയ ചങ്ക്സ് കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ സോയ ചങ്ക്സ് ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിരിക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അരഞ്ഞു പോകും അത് പെട്ടെന്ന്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു നല്ല വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ബാക്കിയുള്ളത് മസാലകളാണ്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. അതേപോലെ തന്നെ ചാറ്റ് മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മൈദയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഒഴിവാക്കിയിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ബ്രെഡ് ക്രംസാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മൈദയുടെ 1/4 കപ്പിനേക്കാളും ഞാൻ 1 സ്പൂൺ ഞാൻ അധികം ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഏകദേശം 3 ടേബിൾ സ്പൂണ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം റോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം ഇതിലിങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ സ്പോയിൽ ചെയ്യും. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം കടലമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പിൻ്റെ കാര്യത്തിൽ ഡൗട്ടാണെങ്കിൽ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് ഇതെല്ലാം കുഴച്ചിട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സമയത്ത് കുറവൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ആ കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ പാകം കറക്റ്റായിട്ട്. ഞാനിനി ഇതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുവാണ്. ഇപ്പോൾ നമ്മളിതിങ്ങനെ കുഴച്ചിട്ട് ഒരു പാകം എത്തുമ്പോൾ നമുക്കിത് ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ബോളാക്കി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കാരണം ഇതിൽ സോയ ചങ്ക്സിൽ ആ ഒരു വെള്ളം ഈർപ്പം അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് നേരം കൂടെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് ബോൾ പരുവം കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ എനിക്ക് ബോൾ പരുവം കിട്ടുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണ് മൈദമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി അങ്ങ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ഈ സോയ ചങ്ക്സ് ഞാനിങ്ങനെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്.
ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പല ഷേപ്പിലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്, ഓവൽ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോൾഡ് ഉണ്ടെങ്കിൽ, കുക്കീസിൻ്റെ മോൾഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാം, ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കാം, അങ്ങനെയെല്ലാം അതിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു റൂളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പല ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കിത് ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ എനിക്ക് ഇത്രയും കബാബ് ഉണ്ടാക്കാൻ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നിങ്ങളതിനനുസരിച്ചിട്ടൊന്ന് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ പീസ് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കബാബൊക്കെ ഒന്ന് ഇട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നമ്മളിങ്ങനെ മൊരിയിച്ചെടുക്കണം. ഇതിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ കടലമാവൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് അതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബാബ് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് സൈഡും നമ്മൾ തിരിച്ചിട്ടിട്ട് ചെറിയ തീയിൽ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കറക്റ്റായിട്ട് മൈദ അതിലുണ്ടായിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ നിൽക്കില്ല. നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മൈദയോ ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങ് സെപ്പറേറ്റ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇതാ ഒരു ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ബാച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് നിങ്ങൾക്കെല്ലാം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അത്രയും അതിന് ജോലിയുള്ളൂ. അപ്പോൾ ബാറ്ററൊക്കെ വലുതായിട്ടൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ റീപ്ലേസ് ചെയ്യാം, ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോയ ചങ്ക്സ് കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ sutalmenu2017@gmail.com എന്നുള്ള വിലാസത്തിൽ അയച്ചു തരിക. അപ്പോൾ ഇതെല്ലാവരും മറക്കാതെ ഉണ്ടാക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സുതോൾ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു.